ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് നാട്ടിക്ക് പോവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ആക്കിയാലോ. നമ്മുടെ യാത്ര ഇവിടെ തുടരാട്ട. എന്ത് മനോഹരമായ വ്യൂസാണ് നോക്ക്. നമ്മൾ റൂമിലേക്ക് പോണ വഴിക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ വ്യൂസൊക്കെ. അപ്പോൾ ഞാൻ നല്ല ഭംഗിയുള്ള വഴികൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുത്താട്ടോ. നമ്മുടെ റൂട്ടിൽ തിരക്ക്, ഈ ഭാഗത്ത് തിരക്ക് അധികം ഇല്ല. കുറച്ചും കൂടി പോയി കഴിയുമ്പോഴാണ് തിരക്ക് വരും. സ്ഥലം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പോണ വഴിയിൽ ഏതൊക്കെയൊക്കെയോ ഭാഗങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എണീറ്റ് പോയിപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഉറങ്ങാണ്. അപ്പുറത്തെ ഒരാൾ തലമുടിയൊക്കെ തിരുപൂട്ട് കിടന്ന് ഉറങ്ങുന്നു. ബാക്കിൽ 2 പേരിരുന്ന് ഉറങ്ങുന്നു. പിന്നെ അപ്പനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അപ്പം ഫ്രണ്ടിലായതുകൊണ്ടെങ്കിൽ ഞാൻ കാണിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പം ഉറങ്ങാണോ അല്ലെങ്കിൽ എണീറ്റിരിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തില്ല. പിന്നെ അത് വീണ്ടും ഞാൻ നല്ല വ്യൂസ് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഒന്നുകൂടി കാണിച്ചു തരാണ്. പിന്നെ നമ്മുടെ റോഡ് പോകുന്നു. നമ്മൾ നല്ല സുഖകരമായി പോകുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു കേട്ടോ. നമ്മുടെ കാറിൽ പോണത് കുഴപ്പമൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് പോയി. പിന്നെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു കഫറ്റീരിയയിൽ പോയിട്ട് ക്യാപ്പച്ചീനിയും പിന്നെ കൊറനേത്തി നമ്മൾ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് പിന്നെയും നമ്മുടെ യാത്ര തുടർന്നു. നമ്മൾ കപ്പച്ചീനി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാറി കയറി പിന്നെയും യാത്ര തുടർന്നു. നമുക്കൊരു 2.5 മണിക്കൂറോളം ഉണ്ട് കേട്ടോ നമ്മുടെ എവിടേക്കാ എയർപോർട്ടിലേക്ക്, നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുള്ള വ്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടി വരുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള വ്യൂസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്തും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ നേരത്തെ അപ്പൻ ഫ്രണ്ടിലിരിക്കണോണ്ട് അപ്പൻ്റെ മുഖം കാണിച്ചു തരാൻ പറ്റണല്ലോ. അപ്പോൾ അപ്പനോട് ഞങ്ങൾ പറഞ്ഞു ഒന്ന് തിരിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അപ്പനോട് തിരിയാൻ പറഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞാട്ടോ അത് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോക്കിയപ്പോൾ ഒരു സൈഡിലാണ്, നമുക്ക് സ്ഥലമൊന്നും അറിയാൻ പാടില്ല, നോക്കിയാലും നമുക്കറിയാൻ പറ്റില്ല. ഏതോ ഒരു അപ്പുറത്തെ സൈഡിൽ ഏതോ ഒരു മലയിൽ നിറയെ മഞ്ഞ് വീണ് കിടക്കണം. അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വീണ്ടും നമ്മുടെ റൂമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത്. പിന്നെ ഞങ്ങളൊരു ടണലിലേക്ക് കയറന്നു. നല്ല ഇരുട്ടായിരുന്നു. പിന്നെ അതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ടപ്പോൾ ജസ്റ്റ് ഒരു ടണലാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു അങ്ങനെ ക്യാപ്ചർ ചെയ്താണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ടണലിൽ നിന്ന് പുറത്തേക്ക് കിടക്കാം. ഒരു ചെറിയ പ്രകാശമൊക്കെ വന്നിട്ട് പുറത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുള്ളൂ എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്കിങ്ങനെ വീഡിയോയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്തേക്ക് കടന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. എന്ത് മനോഹരമായ വ്യൂ ആണ്. വീണ്ടും മനോഹരമായ വ്യൂകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തത് ഫുമിച്ചീനോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് എയർപോർട്ടിക്കുള്ള വഴിയിട്ടൊക്കെ പറഞ്ഞിട്ട്. പിന്നെയും വീണ്ടും അത് തന്നെ ഫുമിച്ചീനോ എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട്. റോമ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ ക്ഷീണിച്ച എല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ നിങ്ങളെ എല്ലാവരെയും വീഡിയോയിൽ കാണിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് അപ്പനും അമ്മയും പിന്നെ ഡ്രൈവ് ചെയ്യണ ചേട്ടനാണത്. അപ്പുറത്ത് നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മളൊക്കെ ഡിസ്കോ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എന്നെയും കൂടി കാണിക്കുന്നു പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തലയിൽ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. വണ്ടിയിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം നമ്മൾ ഫ്ലൈറ്റൊക്കെ കിടക്കുന്ന ഏരിയയിലെത്തി. ഞാൻ ജസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഫുള്ളൊന്നും എനിക്ക് കിട്ടിയില്ല, കുറേശ്ശൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്നും ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അതാട്ടോ ഗൈസ് കാണിച്ചു തന്നത്. പിന്നെ ഒരു ഫ്ലൈറ്റ് പറക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴേക്കും ഫ്ലൈറ്റിൻ്റെ പാടിന് പോയി. ഞാൻ വന്നപ്പോഴേക്കും പിന്നെ അതിനെന്നെ നോക്കിയേക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി ഗൈസ്. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. എന്നാലും അവിടേക്ക് എത്തിയില്ലേ, പരിസരത്ത് എത്തിയില്ലേ, അത് മതി. 1ാം സ്ഥലം അങ്ങനെ നമ്മൾ നമ്മുടെ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞത് ഇവിടെ എത്തിയിരിക്കുന്നത് ഗൈസ്. അതാണ് ഇവിടെ ഏറ്റവും ഫസ്റ്റ് വന്നത്. എന്തോട്ട് ഒരൊറ്റ മനുഷ്യനില്ല ഗൈസ് നമ്മളിവിടെ വെയിറ്റിംഗ്. നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് വരാം. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. നമ്മൾ പോണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എയർപോർട്ട് ലോഞ്ചിൽ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും സംഭവം എന്ന് നോക്കാം. ഇപ്പം ഞാൻ തലയും കുത്തി വീണ സംഭവം നോക്കി നടന്ന് ഗൈസ്.
മേരി വരുന്നത് കാണുക ഗൈസ്, നിങ്ങൾ കാണുക ഗൈസ്. നമുക്കപ്പോൾ നോക്കാം നമ്മൾ ശശിയാവോ സോമനാവോ ആരാവും നമുക്ക് നോക്കി തരാം. നമുക്ക് എവിടെ സംഭവം എന്നറിയില്ല, നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ എവിടെയാണ്. നമ്മൾ 3 എണ്ണം കൂടി ഇറങ്ങിയേക്കാണ് ഗൈസ് എവിടെയെന്ന് തപ്പാൻ. മരി ഒന്ന് നോക്കും മരിയെ ഗൈസ്, ഞങ്ങൾക്ക് എവിടെയാണെന്ന് പോലും അറിയില്ല. എന്നാലും വെറുതെ രസം. ഫ്ലൈറ്റ് ഡിലേ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചു നേരം തപ്പി നടക്കാനുള്ള സമയമുണ്ട് ഗൈസ്. നമ്മൾ പറഞ്ഞ കാട്ടുപോത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാട്ടുപോത്തിനെ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ വോയിസ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ കാട്ടുപോത്ത്, കണ്ടോ ഗൈസ് കാട്ടുപോത്ത്. നമ്മൾ ലോഞ്ചിങ് ഏരിയ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് വല്ലതും കിട്ടില്ല എന്നൊന്നും അറിയില്ല കേട്ടാ. നമുക്കൊന്ന് നോക്കിയിട്ട് കണ്ടിട്ട് ശശിയായിട്ട് വരാട്ടെ ഗൈസ്. ശശിയാവില്ലയൊന്നും അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം ഗൈസ്. എന്താവും എങ്ങനെയാവുന്നൊന്നും നമുക്കറിയാനേ പാടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ശശിയായി തിരിച്ചു വന്നേക്കാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ ലോഗിൻ എയർപോർട്ട് ലോഞ്ചിൽ ചെന്നിട്ട് നമ്മൾ ചോദിച്ചു നമ്മുടെ ഈ കാർഡിന് പറ്റുമെന്ന്. 2-3 കാർഡിന് അപ്പോൾ അതൊക്കെ ഇതാ കാണിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് കാണിച്ചു തന്നിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ലോഗിൻ ചെയ്യാൻ വന്നു. അവിടെ ചെന്ന് ആപ്പിൽ ചെയ്ത് നോക്കിയപ്പോൾ ബാക്കി എല്ലാ രാജ്യമുണ്ട്, ഇന്ത്യയും ഇല്ല ഇറ്റലിയും ഇല്ല. ഇവിടെ ഇറ്റലിയിൽ ഞങ്ങളെ കാർഡ് കൊണ്ടിട്ട് ഇറ്റലിയില്ല. ഞങ്ങൾ ശശിയായി തിരിച്ചു വന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തേങ്ങയും കിട്ടിയില്ല, വെറുതെ ശശിയായി പോയി. അപ്പോൾ നമ്മളിതേ വീണ്ടും ശശിയായി തിരിച്ചു വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ ആരെങ്കിലും മുഖത്ത് നോക്കിയിരിക്കണം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. കാരണം നമുക്കിനി ഫ്ലൈറ്റ് ഡിലേ ആണല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ടല്ല, നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്ക് പോകാം ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ടാക്സിയിൽ നിന്ന് ഒന്നും കിട്ടാണ്ടിരുന്നോണ്ട് നമ്മൾ കപ്പുച്ചീനി മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കടയിൽ പോയിട്ട് നമുക്കപ്പോൾ കഴിക്കാട്ടോ ഗൈസ്. നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഷുഗർ മൊത്തം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഷുഗർ ഇടാം. കൂടുതൽ ഷുഗർ ഇട്ടാൽ നമുക്ക് ഷുഗർ പിടിച്ചാലോ എന്നൊരു പേടിയിൽ നമ്മൾ 2 ഷുഗർ ഇടണുള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് കപ്പുച്ചീനി കുടിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കുടിക്കാം. നമുക്കിനി കുടിക്കാം. നല്ല കപ്പുച്ചീനിയാണ് ഗൈസ്. അങ്ങനെ നമ്മളെ കപ്പുച്ചീനി കുടിച്ചതിനപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ടോ ഗൈസ്. ഇവിടെ മനസ്സിലായത് നമ്മളിരിക്കുന്ന ഗേറ്റ് തെറ്റാന്നുണ്ട്. നമ്മൾ ഓടിപ്പിടിച്ച് വേഗം E21 എന്ന് പറഞ്ഞ ഗേറ്റിലേക്ക് ചെന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ വിൻഡോ കൂടെ നോക്കിയപ്പോൾ അവിടെ ഫ്ലൈറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് അങ്ങനെ ഒന്ന് ക്യാപ്ചർ ചെയ്താട്ടത്. പിന്നെ ഇത് നമ്മൾ പയ്യെ ഫ്ലൈറ്റിനകത്തോട്ട് കയറാൻ ഞാൻ അധികം ഒന്നും എടുത്തില്ല. കാരണം എനിക്കറിയില്ല ഫ്ലൈറ്റിൽ നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചിട്ടൊക്കെ വേണ്ടി എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ചെറിയ പോർഷൻ എടുത്തു. പിന്നെ ഇതായിട്ട് നമ്മുടെ വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വ്യൂ. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ലായിരുന്നു. എനിക്കും അമ്മയ്ക്കും ഒപ്പനും മിഡിലുള്ള സീറ്റായിരുന്നു കിട്ടിയത്. എൻ്റെ ചേച്ചിമാർക്കാണ് വിൻഡോ സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അവരെ കൊണ്ടാട്ടോ വിൻഡോ ഒക്കെ ക്യാപ്ചർ ചെയ്യിപ്പിച്ചത്. ഇതേയും നമ്മൾ ജസ്റ്റ് ഒന്ന് സെൽഫി എടുക്കുന്ന പോലെ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് അങ്ങനെ കാണിച്ചു തരണം കേട്ടോ. നമ്മളിങ്ങനെ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്ത് ടേക്ക് ഓഫിന്. അപ്പം ഞാൻ അതിനിടയ്ക്ക് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ആ ടാബിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ നമ്മുടെ ലൊക്കേഷനൊക്കെ. അപ്പോൾ ഞാൻ ലൈവ് ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ആഗോളഭൂമി. അപ്പോൾ അതിൽ നമ്മുടെ ഫ്ലൈറ്റ് കിടക്കുന്നത് കണ്ടു ഗൈസ്. സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ടേക്ക് ഓഫാണ് ഇപ്പോൾ കാണാൻ പോണത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ടേക്ക് ഓഫ് സ്പീഡ് എന്നെക്കൊണ്ട് പറ്റാവുന്ന 2x സ്പീഡ് ഞാൻ അത്യാവശ്യം മാക്സിമം സ്പീഡിൽ ഞാൻ കാണിച്ചു തരാനുണ്ടല്ലോ. കാരണം മൊത്തം ഇങ്ങനെ പയ്യെ കാണിക്കാൻ കുറേ ടൈം പിടിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. കാരണം നമ്മൾ 2 ഫ്ലൈറ്റ് കയറിയായിരുന്നു. ഇത് ഫസ്റ്റത്തെ നമ്മൾ കുവൈറ്റ് എയർവേസിലായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോമിൽ നിന്ന് കുവൈറ്റ് വരെയാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മുകളിലോട്ട് പറന്നുയരുകയാണ്. ഇതാണ് നമ്മുടെ മോളിൽ താഴത്തോട്ടുള്ള വ്യൂ.
അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് വന്നു. നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ റൈസ് ആയിരുന്നു. അപ്പോൾ കുഴപ്പമുണ്ടായില്ല, പക്ഷേ കുഴപ്പമില്ല. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഹാരി പോട്ടറിൻ്റെ മൂവി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഹാരി പോട്ടർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കാണാറുണ്ട്. ഞാൻ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ മൂവി കണ്ടപ്പോൾ ഞാൻ ഹാരി പോട്ടറിന് ഭയങ്കര ഫാനായി മാറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൂവി സൂപ്പർ ഫിലിമാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചതെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചൊന്ന് കാണിച്ചതാണ്. എൻ്റെ ഇടയ്ക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് നല്ലതെന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കാണിക്കണ പോലെ കൈ തമ്പ് വെച്ചിട്ട് ആക്ഷൻ കാണിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ മൂവിയുടെ അവസാനിക്കുകയാണ്. അവസാനിച്ചു. അതിന് പിന്നെ നമ്മൾ താഴെ എത്തി ഗൈസ്. ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തതിന് ശേഷം അടുത്ത കുവൈറ്റ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇന്ത്യക്ക് വരാണ്. അപ്പോൾ ഞാൻ എയർപോർട്ടിലെ വ്യൂസ് ഒന്നും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല കുവൈറ്റിൽ ചെന്നിട്ട്. കാരണം എനിക്കറിയില്ല, ഭയങ്കര ടയേർഡായിപ്പോയി ഫസ്റ്റത്തെ ഫ്ലൈറ്റിൽ. പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയാലും ഉറങ്ങാറുണ്ട്, പക്ഷേ ഈ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ക്ഷീണം വന്നു. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഹാരി പോട്ടർ കാണാൻ വെച്ച് കണ്ടതിനപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നെ ഹാരി പോട്ടർ കണ്ടു. പക്ഷേ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ലാസ്റ്റത്തെ പോർഷൻ അടിച്ച് കളഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ക്യാപ്ചർ ചെയ്തതാണ്. എനിക്ക് പക്ഷേ ഫുള്ള് കാണാൻ പറ്റാത്തൊരു നല്ല വിഷമമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ആ വിഷമൊക്കെ വെച്ചിട്ട് അടുത്ത ഫ്ലൈറ്റിൽ കയറി. അതിനുശേഷം ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ആ മൂവി ഏകദേശം കണ്ടു തീർത്തു. പിന്നെ ഫുള്ള് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ഇത് കാണാൻ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ വീണ്ടും അടുത്ത ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വേറെ ഹാരി പോട്ടറിന് തന്നെ ഇത്തിരി വലിയായിട്ടുള്ള ഹാരി പോട്ടറിൻ്റെ ഒരു പേര് ഞാൻ മറന്നു. അപ്പോൾ ആ ഒരു മൂവി കണ്ടു. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഫുഡ് വന്നപ്പോൾ അതിനകത്ത് ലാമ്പ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ഉണ്ടായിരുന്നു, ചിക്കൻ റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനായിട്ട് പറഞ്ഞത്. ഇതിലത്തെ റൈസ് അടിപൊളിയാട്ടോ. മുമ്പത്തെ ഫ്ലൈറ്റിലും ഈ ഫ്ലൈറ്റിലും റൈസൊക്കെ അടിപൊളിയാണ്. പക്ഷേ ബാക്കി സാധനങ്ങളൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കാര്യമായിട്ട് പറയണേ. പക്ഷേ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ദേ നമ്മൾ പോവുകയാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ലാൻഡ് ചെയ്യും. ഞാൻ ഈ ഫ്ലൈറ്റിലായാലും അധികം ഇതുപോലൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല, കാരണം ക്ഷീണിച്ചു. ഇതിനകത്തായാലും കുറച്ച് നേരം ഞാൻ ഉറങ്ങിയുള്ളൂ. എനിക്കറിയില്ല എന്തുകൊണ്ട് എനിക്ക് പ്രാവശ്യം ഉറങ്ങാൻ പറ്റില്ല. കാരണം എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരും കൂടി ആദ്യമായിട്ടാണ് ഒന്നിച്ച് ഇന്ത്യക്ക് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇറ്റലിയിൽ ഒന്നിച്ചാണെങ്കിലും ഇന്ത്യയിൽ നമ്മൾ 6 കൊല്ലത്തിന് ശേഷമാണ് ഒന്നിച്ച് വരുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഒരുമിച്ചുണ്ടായത്. അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് ഓരോരുത്തരൊക്കെ വരും, പക്ഷേ എല്ലാവരും ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ 2 പേരൊക്കെ മിസ് ചെയ്യുന്നില്ല. ഇപ്രാവശ്യം 5 പേരുടെ വന്നുകൊണ്ട് സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വരെ, നാട്ടിൽ നിന്ന് ഇറ്റലിക്ക് വരുന്ന വരെ ഇനി നാട്ടിലത്തെ വിശേഷങ്ങളായിരിക്കും കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് വഴിയേ കണ്ടറിയാം. നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.